സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണജൽ ശ്രീ ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാചാരി തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭസുതേ വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂഭേവ ച വൈഷ്ണവേഭ്യോ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त हरे कृष्ण 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 हरे राम राम नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवद्युत्तमश्लोके भक्तिर्भवति नैष्टिकी. मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमलं वन्दे परमानन्दमाधवम्. श्रीगुरुदीनदारिणं श्री चैतन्य ईश्वरं नमामि विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे श्री कृष्ण चैतन्य प्रभु नित्यानंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ ഒരു 14-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ സെക്ഷനിലെ ആദ്യത്തെ ശ്ലോകമാണ്. അപ്പം നമ്മൾ ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകവും പഠിച്ചു മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ ഗുരുവിന്റെ മേഴ്സി വേണം, ഭഗവാന്റെ മേഴ്സി വേണം. നമ്മൾ ഭഗവത്ഗീത എടുത്തിട്ട് നേരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതറിയാൻ പറ്റും. നമ്മൾ ആദ്യകാലത്ത് ഭഗവത്ഗീത പഠിച്ചു തുടങ്ങിയ സമയത്ത് നമുക്കറിയാൻ പറ്റും, നമുക്കതിൻ്റെ ഓരോ ശ്ലോകം അതിൻ്റെ വിവർത്തനം മനസ്സിലായിട്ട് വരും, ഭാവാർത്ഥം വായിക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ട് വരും. പക്ഷെ നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ, സത്സംഗത്തിൽ നമ്മൾ കൂടുതൽ പങ്കെടുക്കുമ്പോൾ, നമ്മളുടെ പ്രാർത്ഥനകളും ജപങ്ങളും നമ്മളുടെ ജപങ്ങളും അത് നമ്മൾ ചിട്ടയായിട്ട് ചെയ്തു വരുമ്പോഴാണ് നമ്മൾക്ക് താനെ ഭഗവാന്റെ ഗുരുവിന്റെ അനുഗ്രഹം ഇതെല്ലാം മനസ്സിലായി വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വളരെയധികം മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ ഈ 19-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കാൻ. കാരണം 14-ാമത്തെ അധ്യായം എത്രമാത്രം വിശിഷ്ടമാണെന്ന് ഭഗവാൻ 1-2 ശ്ലോകങ്ങളിൽ നമ്മളോട് പറഞ്ഞല്ലോ. ഈ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഈ ഒരു അധ്യായം മനസ്സിലാക്കുന്ന നിനക്ക് അർജുന, നിനക്ക് പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് 3 ഭാഗങ്ങളാണ് 14-ാമത്തെ അധ്യായത്തിനുള്ളത്. 14-ാമത്തെ അധ്യായത്തിൽ പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ 3 ഭാഗമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 27 ശ്ലോകങ്ങൾ 1 മുതൽ 9 വരെ ഒരു സെറ്റ് ഓഫ് ശ്ലോകമാണ്. അവിടെ ഭഗവാൻ പറയുന്നത്, ഭഗവാൻ ഈ ശ്ലോകങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നു അല്ലെ. ഈ അധ്യായത്തിലെ എല്ലാ ശ്ലോകങ്ങളെയും ഭഗവാൻ ഗ്ലോറിഫൈ ചെയ്തിട്ട് പറയുകയാണ്. പിന്നെ ഓരോ ഗുണങ്ങൾ എങ്ങനെ ഓരോ ഗുണങ്ങൾ നമ്മളെങ്ങനെ ബെറ്ററാകും എന്നുള്ളൊരു കാര്യം 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ. ഇനി 10 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഭഗവാൻ ഈ ത്രിഗുണങ്ങളുടെ എന്തൊക്കെ പറഞ്ഞു, ത്രിഗുണങ്ങൾ എങ്ങനെ നമ്മളെ കുറച്ചുകൂടി ഡീറ്റെയിൽ, ആദ്യം പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ ഒരു എങ്ങനെ മനസ്സിലാക്കുന്നു. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് ഈ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, ഈ ത്രിഗുണങ്ങളുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രകൃതം എങ്ങനെയാണ്, പിന്നെ അവരുടെ കർമ്മഫലം എന്താണ്, മരണശേഷം വരെ ഇങ്ങോട്ട് പോകും. ഇതാണ് നമ്മൾ 18 വരെ. ഈ 19 മുതൽ 27 വരെയുള്ള ഭാഗം അവസാനത്തെ ഭാഗമാണ്. ഇവിടെ ഭഗവാൻ എങ്ങനെ
നമ്മൾക്ക് ഈ ത്രിഗുണങ്ങളെ അല്ലെങ്കിൽ ഇതിന്റെ അതിക്രമിക്കേണ്ടതിന്റെ ആവശ്യം, ട്രാൻസെൻഡ് ചെയ്യാൻ, ഇതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ, ഇതിനെ ഈ 3 ഗുണങ്ങളുടെ മുകളിൽ പോകുന്നതിന്റെ ആവശ്യം. ഇതുവരെ പറഞ്ഞതെല്ലാം നമ്മൾ മറ്റേ ദുർഗുണം ഉപദേശിക്കുന്നുണ്ട്, അതായത് ഇങ്ങനെയുള്ള ദുർഗുണങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ഓരോരുത്തരുണ്ട്. ഇനി പറയുകയാണ് അത് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇവരൊക്കെ ഇന്ന ആൾക്കാരാണ്, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഭാഗം തുടങ്ങുന്നത് 19. 19, 20 ഭഗവാൻ ആ ഒരു ഭാഗം പറയും. അതായത് എങ്ങനെ നമ്മൾ ഈ ത്രിഗുണങ്ങളെ അതിക്രമിക്കേണ്ടതിന്റെ ആവശ്യം അല്ലെങ്കിൽ ആ കാര്യം സൂചിപ്പിക്കും. അപ്പോഴാണ് അർജുന 21 ചോദിക്കുന്നത് അങ്ങനെ അതിക്രമിച്ച ആളുടെ ലക്ഷണങ്ങൾ, അങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ 22 മുതൽ 25 വരെ ഭഗവാൻ അതിന്റെ മറുപടി, പിന്നെ 26, 27 കൂടി ഭഗവാൻ എന്ത് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞു ഭഗവാൻ ഇതിന്റെ ആവശ്യം എന്താണ്, ആ ഏറ്റവും അതിന്റെ ആ സത്ത്, അതിന്റെ ആ ഒരു എന്താ പറയുക, അതിന്റെ ആ നക്ഷൽ വരുന്നത് ആ 26 ശ്ലോകം. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശിലപ്രപാതനോടും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ ശ്ലോകം പ്രത്യേകിച്ച് ഇത് വായിക്കാൻ. അത് ശ്ലോകം വളരെ സിമ്പിളാണ്, പക്ഷെ അത് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കയറണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ ഗുരുവിന്റെ മേഴ്സി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനകൾ തുടങ്ങുമ്പോൾ ചൊല്ലുന്നതിൻ്റെ കാര്യങ്ങളാണ്. കാരണം നമുക്ക് ആ ഒരു ഇത് വന്നാൽ മാത്രമേ നമുക്ക് പറയാനും കേൾക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭൗതികമായി പോകുന്നു. അപ്പം അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ലാതെ വരും. നമുക്ക് വളരെ പ്രധാനമാണ് നമ്മൾ ചെയ്യുന്ന കീർത്തനങ്ങൾ, ശ്ലോകം. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 14, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, ശ്ലോകം 19. മിക്കവാറും നമ്മൾ ഒരു ശ്ലോകം ദയവായി ഏറ്റുപിടിക്കുക. ജ്ഞാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വാധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വാധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വാധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വാധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വാധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വാധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വാധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വാധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി
ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോऽധിഗച്ഛതി. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ്: യഥാ യാതൊരിക്കൽ ദ്രഷ്ട സാക്ഷിയായിട്ട് ഗുണേഭ്യ ഗുണങ്ങളിൽ നിന്ന് അന്യനായ കർത്താവിനെ ന അനുപശ്യതി ദർശിക്കുന്നില്ല. ഗുണേഭ്യ ഗുണങ്ങളിൽ നിന്ന് പരം ച അഭൗതികമായവനെയും വേത്തി അറിയുന്നു. സ അവൻ മദ്ഭാവം എന്റെ ആത്മീയഭാവത്തെ അധിഗച്ഛതി പ്രാപിക്കുന്നു. വിവർത്തനം ശ്രീല പ്രഭുപാദ. ജയ ശ്രീല പ്രഭുപാദ. യാതൊരു കർമ്മത്തിനും പ്രകൃതിയിലെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. കൃഷ്ണ. അപ്പോ നമ്മൾ ഇതുവരെ കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ എല്ലാ വിശേഷണങ്ങളും അല്ലെ ഭഗവാൻ വളരെ കൃത്യമായിട്ട് ഇതുവരെ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ഇപ്പൊ നമ്മൾക്കറിയാം സത്വഗുണത്തിൽ ഒരാൾ ബദ്ധനാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സത്വഗുണത്തിൽ ഒരാൾ ബദ്ധനാകുന്നതിന് സന്തോഷം, സംതൃപ്തി, ജ്ഞാനം, പിന്നെന്താ അയാളുടെ പ്രതാപം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അഹങ്കരിക്കും. എനിക്ക് പ്രതാപമുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര എന്താ ഉള്ളത് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഞാൻ സംതൃപ്തനാണ്, പിന്നെ എന്തിനാണ് എനിക്ക് ഭഗവാനായിട്ടുള്ള അസോസിയേഷൻ ആവശ്യമില്ല, അങ്ങനെയുള്ള ചിന്ത വരാം. അതാണ് നമ്മളെ ബദ്ധരാക്കുന്നത്. അപ്പോൾ വളരെയധികം ബദ്ധരാവാൻ ചാൻസ് ഉള്ള ഒരു സാധ്യതയാണ് ഈ സത്വഗുണത്തിലുള്ള ബദ്ധരാവും. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ഒരു ബദ്ധാവസ്ഥ, കണ്ടീഷൻ അവസ്ഥ നമ്മളെ വീണ്ടും സത്വഗുണത്തിൽ തന്നെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. ഗുണ ജന്മനാമത്തെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്നാണോ നമുക്ക് അതിൽ നിന്ന് മുകളിൽ പോകാൻ സാധിക്കുന്നത് അതുവരെ നമ്മൾ അപ്പോൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ സെൽഫ് അനാലിസിസ് ടൈമിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കും, നമ്മൾ വിചാരിക്കുക നമ്മൾ സന്തോഷവാനാണോ, അതെ, സംതൃപ്തരാണോ, അതെ, അല്ലെങ്കിൽ അല്ല ഏതായാലും. ഇനി ജ്ഞാനമുണ്ടോ, അത്യാവശ്യത്തിനുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത്ര പ്രതാപമുണ്ടോ, വലിയ അപ്പോഴൊന്നും ഇരിക്കും, കുഴപ്പമില്ല എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു റേറ്റ് നമുക്കാണ് നമ്മുടെ പേഴ്സൻറ്റേജ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ പേഴ്സൻറ്റേജ് ഓരോന്നിന്റെ എന്താണോ അത്രയും പേഴ്സൻറ്റേജിൽ നമ്മൾക്ക് സത്വഗുണമുണ്ട്. അപ്പൊ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവിടെ നിന്ന് മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുക എന്നുള്ളത്. ഏതിൽ? നമ്മൾ ഭൗതികതയിലല്ല, ആത്മീയതയിൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ് സത്വഗുണത്തിൽ. കാരണം സത്വഗുണത്തിൽ ആണ് നമുക്ക് വിജ്ഞാനമുള്ളത്, വിശുദ്ധിയുള്ളത്. വിശുദ്ധിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ശുദ്ധനല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശുദ്ധിയില്ലാത്തതായിരിക്കും. ശരിയല്ലേ? നമ്മൾ ശുദ്ധനായ ഒരാളല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവില്ല, നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന കാര്യങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവില്ല. ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങളും വായിക്കുന്ന കാര്യങ്ങളിലും ശുദ്ധി ഉണ്ടാവും. അതേസമയം നമ്മൾ ശുദ്ധനാണെങ്കിൽ, നമുക്ക് ശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നത് ശുദ്ധിയുള്ളതായിരിക്കും, നമ്മൾ അങ്ങോട്ട് പറയുന്നത് ശുദ്ധിയുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് വിശുദ്ധി അല്ലെങ്കിൽ ശുദ്ധമായ ജ്ഞാനം കിട്ടും. ശുദ്ധി ഇല്ലാത്ത ഒരാളാണെങ്കിൽ കിട്ടുന്ന ജ്ഞാനം ശുദ്ധമായിരിക്കില്ല, ആ നോളജ് ശുദ്ധമായിരിക്കണം ആയിരിക്കില്ല. അപ്പോൾ അതാണ് ഈ സത്വഗുണത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് എന്താ പറയുന്നത്, ഭഗവത്ഗീതയിൽ പല ഭാഗത്തും അർത്ഥങ്ങൾ പല രീതിയിൽ വരും. ഇതെല്ലാം നമുക്കറിയാമല്ലോ. 18.66 ഭഗവാൻ പറഞ്ഞ സർവ്വധർമ്മാൻ പരിത്യജ്യ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഭഗവാൻ പറയും ഇതെല്ലാ ധർമ്മങ്ങളും വെടിഞ്ഞേക്കും, സറണ്ടർ അല്ലെ എന്നാ പറയും. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ ഏത് ഭാഗത്തോടെ കടന്നു പോകുന്നു ആ ഭാഗത്തിൽ നമ്മൾ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരും. അപ്പൊ സത്വഗുണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് രജോ ഗുണങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ സത്വഗുണം അവിടെ ടോപ്പ് മോസ്റ്റ്. അപ്പൊ ഈ രണ്ട് ഗുണങ്ങളെ ഈ 3 ഗുണങ്ങളെ കമ്പയർ ചെയ്താൽ നമ്മൾ സത്വഗുണത്തിലാണ് നിൽക്കുന്നത്. അതിലാർക്കും സംശയം ശരിയല്ല. ഇനി അതിന്റെ മുകളിൽ പോകുന്ന കാര്യമുണ്ട്. ഇപ്പൊ പറഞ്ഞത് സത്വഗുണത്തിന്റെ. ഇനി നമ്മൾ രജോ ഗുണത്തിൽ ചെന്നാലോ, രജോ ഗുണം നമ്മളെ എന്തിനാണ്? കാമ്യകർമ്മങ്ങളിലുള്ള ആസക്തി കൊണ്ടാണ് നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നത്. എത്രയാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം സത്വഗുണത്തിന്റെ ആളൊരു രീതിയിലാണ് പോകുന്നത്. വലിയ വലിയ കഠിനാധ്വാനമില്ല, ഒരു നല്ല രീതിയിൽ പോകുന്നത്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ കഠിനാധ്വാനം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കാം അയാൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിൽ വന്നിരിക്കുക. ഈ രജോ ഗുണത്തിന്റെ അവസ്ഥയിൽ എന്താണ്? നമ്മളെല്ലാവരും ലൈഫിൽ ഈ
സ്റ്റേറ്റിലൂടെ എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഇനി പോയേക്കാം. ഇനി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. രജോ ഗുണത്തില് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഭൗതിക അപ്പോ രജോ ഗുണത്തിൽ എന്ന് വെച്ചാൽ രജോ ഗുണത്തിന്റെ സ്വഭാവ വിഷയങ്ങൾ തന്നെ നമ്മളുടെ കഠിനാധ്വാനമാണ്, ഹാർഡ് വർക്കിംഗ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഭൗതികമായുള്ള ആസക്തികളുണ്ട്. ധനമാവാം, മറ്റുള്ള വസ്തുക്കളാവാം. അപ്പൊ എന്തിനോടും കമ്പമായിരിക്കും. സിനിമ അല്ലെങ്കിൽ വസ്തുക്കൾ, കാർ, വീട്, എല്ലാത്തിനോടും, ഷെയർ മാർക്കറ്റ്, എല്ലാം. അതായത് ഫുൾ ടൈം നമ്മൾ ഒരുപാട് ആൾക്കാരാണ്. നമ്മളും ഒരു സ്റ്റേജിൽ അങ്ങനെയായിരുന്നില്ല, ശ്രദ്ധിച്ചു നോക്കി അറിയാം. അപ്പോ എനിക്കൊക്കെ ഒരു അവസ്ഥയുണ്ടായിരുന്നു ചില കാലത്ത് ഇങ്ങനെ ഓഡിയോ, എനിക്ക് ഭയങ്കര ഇതായിരുന്നു സൗണ്ട് എഞ്ചിനീയറിംഗ്. അപ്പോ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ അതിന് ഭയങ്കര ഇതാവണമെന്നുള്ള താല്പര്യത്തിൽ എപ്പോഴും സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എഡിറ്റിംഗ്, ഡബിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഞാൻ കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന കാലത്തും ജോലി സമയത്തൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോ കേൾക്കാമോ? അല്ലാതെ കേൾക്കാമോ? കേൾക്കാമോ? അപ്പൊ നമ്മൾ ഇതുപോലെ, കാരണം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്കറിയില്ല, അല്ലെ? നമുക്കറിയില്ല ഇങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ ബദ്ധരാക്കുന്നതെന്ന് നമുക്ക് അന്ന് അറിയില്ല. പക്ഷെ ഇന്ന് നമ്മൾക്കറിയാം ഇതുപോലെ നമുക്ക് സന്തോഷം, ഇങ്ങനെയുള്ള സംതൃപ്തികൾ നമ്മളെ ബദ്ധരാക്കുന്നുണ്ട്. അത് നമ്മളുടെ ഒരു ഫൈനറ്റ് അല്ല. ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഒരാൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതുപോയിട്ട് ഈ അസോസിയേഷനുള്ളതുകൊണ്ട് നമ്മൾ ചിലരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നാണ് പൊട്ടൻഷ്യൽ ആളാണ്, കുഴപ്പമില്ല. പക്ഷെ ആൾ പറയും ഞാനിപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ്, ഞാൻ എന്തിനാ അവിടെ വരണമെന്ന് ചോദിക്കും. കാരണം ഞാൻ എല്ലാം തികഞ്ഞിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് വരേണ്ട ആവശ്യമില്ല. അതാണ് സത്വഗുണത്തിൽ ബദ്ധരാക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ. അതാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ടത് പറയുന്നത്. ഇനി രജോ ഗുണത്തിന്റെ പ്രശ്നം ഇത് തന്നെയാണ്, ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സോളിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. മറ്റേ വർക്കുകളെല്ലാം ഒരു മിതമായിട്ട് നിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണോ നമ്മളുടെ ആ പാഷൻ പോകുന്നത്, അതാണ് മോഡ് ഓഫ് പാഷൻ, രജോ ഗുണം. അതായത് ആ പാഷനിൽ നമ്മൾ ഫുൾ ടൈം ഇപ്പൊ ഡ്രൈവിംഗ് ആണ് ഡ്രൈവിംഗ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഷെയർ മാർക്കറ്റാണ് അത്, അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിങ്, അല്ലെങ്കിൽ അങ്ങനെ ഡബിങ്, അങ്ങനത്തെ, അല്ലെങ്കിൽ എന്താണോ, പണം സമ്പാദിക്കലാണോ, അല്ലെങ്കിൽ വീട് പണിയലാണോ, വാഹനം മാറ്റി മറിക്കലാണോ, അതായത് എന്തിനാന്ന് പറയാൻ പറ്റും നമ്മൾ അതിൽ. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ചെന്ന് ചോദിക്കും, അങ്ങനെ ചെയ്താലല്ലേ പ്രഭു പൈസയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതെ, പൈസ നമുക്ക് ആവശ്യമാണ്, ധനം ആവശ്യമാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മുടെ മുഴുവൻ സമയവും ചെലവഴിക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. കാരണം ആ ഒരു ആസക്തി അതിലേക്ക് വരാൻ പാടില്ല. ആസക്തിയാണ് അവിടെ, ആസക്തി വരാൻ പാടില്ല. നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി ചെയ്യാം, പക്ഷെ ആസക്തി ഭഗവാനോടെ പാടില്ല. ആസക്തി ആ ഒരു കാമ്യകർമ്മങ്ങളോട് പാടില്ല. അതാണ് അവിടെ പറഞ്ഞത്. നമ്മൾ ആവശ്യത്തിന് നമ്മൾ സമ്പാദിക്കാനുള്ള രീതിയിലുള്ള വർക്ക് നമുക്ക് ചെയ്യാം. ആ ഓവറായിട്ടുള്ള അധ്വാനം അവിടെ അവസാനിപ്പിക്കുക. ആ സമയം നമ്മൾ ഭഗവാനെ ഉപയോഗിച്ചാൽ നമുക്ക് രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് കരകയറാം, അല്ലെങ്കിൽ രജോ ഗുണത്തിൽ നിന്ന് കൃഷ്ണാവബോധത്തിലേക്ക് നേരിട്ട് നമുക്ക് അവസ്ഥയിടാൻ സാധിക്കും. അപ്പോൾ രജോ ഗുണം എന്ന് പറയുന്നത് നമ്മളെ കഠിനാധ്വാനം, അല്ലെങ്കിൽ നമ്മുടെ കാമ്യകർമ്മങ്ങളിലുള്ള ആസക്തി കൊണ്ടാണ്. ഇത് വളരെ കോമൺ ആണ്. അതാണ് പ്രഭാതത്തിൽ തന്നെ പർപ്പട്ടിൽ മുന്നേ 14 ഏതൊരു ശ്ലോകത്തിന്റെ പർപ്പട്ടി പറഞ്ഞത്, ഇന്ന് ലോകത്ത് ഭൂരിഭാഗം ആൾക്കാരും എന്താണ്, രജോ ഗുണത്തിന് അടിമപ്പെട്ടവരാണ്. കാരണം എല്ലാവർക്കും എന്താണ്, തൻ്റെ കാര്യങ്ങൾ, ജോലി, പഠിത്തം, ജോലി, സമ്പാദ്യം, കുട്ടികൾ, ഭാര്യ, വീട്, അതിലാണ് ഫോക്കസ് പോകുന്നത്. നമ്മളും എല്ലാവരും അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് അത്യുത സേവനം, അല്ലേ? സോറി ടു സേ ദാറ്റ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് എല്ലാവരും അല്ല, അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ടാണ് ഈ അധ്യായത്തിൻ്റെ ഞാൻ നമുക്ക് ഉപയോഗിക്കുന്നത്. രജോ ഗുണം നമ്മളെ കുടിക്കുന്നു. രജോ ഗുണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഒരു കുത്തനെയുള്ളൊരു കയറ്റമാണ്. അതേസമയം നേരെ വളരെ ഒരു സ്ലോപ്പ് കിടപ്പുണ്ട് തമോ ഗുണത്തിൽ, വളരെ ഈസി. കാരണം രജോ ഗുണത്തിൽ നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണ്, ഒരു പെട്ടെന്നൊരു എൻജോയ്മെൻറ്റിനുള്ള ഒരു ചാൻസുകൾ തരും. ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചറിയാം. അതായത് നമ്മളും ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ നാളൊരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, വേണ്ട ഒരാഴ്ച ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു വീക്കെൻഡ് ആൾക്കാർ എൻജോയ് ചെയ്യും, അല്ലേ? അപ്പോൾ എന്നിട്ട് 7 ദിവസം എടുത്തു കഴിഞ്ഞാൽ 5 ദിവസം വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ 5 ദിവസം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും, അല്ലേ? വളരെ ഓസ്റ്ററിറ്റിയൊക്കെ കറക്റ്റ് ആയിരിക്കും. 6-ാം ദിവസം 7-ാം ദിവസം എന്തായി, രാവിലെ 4 മണിക്ക് നിൽക്കുന്ന ആൾ 10 മണിക്കായിരിക്കും ചിലപ്പോൾ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ കഴിഞ്ഞു, അല്ലേ? ഓസ്റ്ററിറ്റി എന്ന് പറയുന്നത് ആ 4 ഗുണങ്ങളിൽ ഒരു ഗുണം അവിടെ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ശുദ്ധി ഉണ്ടാക്കാം, അല്ലേ? നമ്മുടെ കർമ്മത്തിൻ്റെ 4
നാല് എന്താ പറയുക, ആ കാലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സത്യമാണ് അല്ലേ, ഒന്ന് ട്രൂത്ത്ഫുൾനെസ് സത്യം, ഒന്ന് പ്യൂരിറ്റി അതായത് നമ്മുടെ ശുദ്ധിയാണ്, പിന്നെ ഉള്ളത് ഓസ്റ്ററിറ്റിയാണ്, അടുത്ത നിഷ്ഠ ഓസ്റ്ററിറ്റി അല്ലെങ്കിൽ തപസ് എന്ന് പറയുന്നത്, പിന്നെ ഉള്ളത് എന്താണ് മേഴ്സിയാണ് അല്ലെ, മേഴ്സിയാണ് നമ്മുടെ ദയ എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളെടുത്താൽ നമ്മൾക്ക് ശുദ്ധി വളരെ സാധിക്കും. നമ്മൾക്ക് 90% ആൾക്കാർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശുദ്ധി സാധിക്കും, സത്യം സാധിക്കും, ദയ സാധിക്കും. പക്ഷെ എവിടെയാണ് ആൾക്കാർ തീർന്നതെന്ന് വെച്ചാൽ ഓസ്റ്ററിറ്റിയിലാണ്, നിഷ്ഠയിലാണ് പോകുന്നത്. 5 ദിവസം ഈ ബാക്കി എല്ലാം കൊണ്ടുപോകും, 4 കൊണ്ടുപോകും. പക്ഷേ 6-ാം ദിവസം 7-ാം ദിവസം വീക്കെൻഡ് വരുമ്പോൾ ആൾക്കാർ അത് നിഷ്ഠ തരും. അത് ഒരുപാട് പേർക്ക് സംഭവിക്കും. 5 ദിവസം ഞാനിതല്ലേ, ഇന്നൊരു ദിവസം കുഴപ്പമാണ് എന്നുള്ള ചിന്ത വരും. പക്ഷെ അവിടെ നമ്മൾ പോകും. അപ്പം അത് സംഭവിക്കാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് രജോ ഗുണത്തിൽ നിന്ന് നമുക്ക് സത്വഗുണത്തിലേക്ക് ഉയർന്നു വരാൻ സാധിക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ 2 ദിവസം നമ്മളെ തമോ ഗുണത്തിലേക്ക് കൊണ്ടുപോകും. അത് 5 ദിവസം സാത്വികമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ സാത്വികം അവർ രജോ ഗുണത്തിലാണെങ്കിൽ ചിലപ്പോൾ ഒരു സത്വഗുണത്തിലേക്ക് ഇങ്ങനെ അടുത്ത് വരികയായിരിക്കും. അപ്പോഴായിരിക്കും വീക്കെൻഡ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ മത്സ്യമാംസാദികൾ ലഹരി കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരാം. അപ്പോൾ ഇത് പറ്റും, നേരെ പതിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് നമ്മളെ വളരെയധികം അട്രാക്ട് ചെയ്തു. കാരണം നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഇന്ദ്രിയ ആസ്വാദനത്തിൻ്റെ ടെൻഡൻസി കിടക്കുന്നത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു രീതിയിലും ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഓസ്റ്ററിറ്റി, നമ്മുടെ നിഷ്ഠ, നമ്മുടെ തപസ്സിനെ 7 ദിവസവും നമ്മൾ ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയരാൻ സാധിക്കും. പിന്നെ സത്വഗുണത്തിൻ്റെ കാര്യം, തമോ ഗുണത്തിൻ്റെ കാര്യം. തമോ ഗുണം നമ്മളെ ബദ്ധരാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഒന്ന് ഉന്മാദാവസ്ഥ, മാഡ്നെസ്. അതായത് നമ്മളിങ്ങനെ തോന്നിയ പോലെ നമുക്ക് ഒരുപാട് ആൾക്കാർ ലൈഫിൽ ഇഷ്ടം പോലെ വരെ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല, അവരിങ്ങനെ തോന്നിയ പോലെ മാഡ്നെസ്, പെട്ടെന്ന് ദേഷ്യം പെട്ടെന്ന് ഇതാവും. അതുപോലെ തന്നെ നിദ്ര, എപ്പോഴും ഉറക്കം, പിന്നെ അലസത, തോന്നിയ ഒരു പിന്നെ വർണ്ണങ്ങളും അങ്ങനെയുള്ളൊരു ഭാവങ്ങൾ. അത് അവിടെ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ തമസാണ്. തമസാണ്, അവിടെ ജ്ഞാനമില്ല. അപ്പോൾ തമോ ഗുണത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. റെയർ കേസുകൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ പോയിട്ടും വന്നവർ അത് അവരുടെ എന്താ പറയുക, അവരുടെ ഭാഗ്യമാണ്, ഭഗവാൻ അസോസിയേഷനായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് അങ്ങനെ പോയിട്ട് വരാനുള്ള ഒരു മുൻ കർമ്മ ഫലം കിടക്കുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ 3 ഗുണങ്ങൾ നമ്മൾ എടുത്താൽ നമുക്ക് തന്നെ അറിയാം അല്ലേ, നമുക്ക് തന്നെ അത് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം നമ്മൾ സത്വഗുണത്തിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് സത്വഗുണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, അപ്പോൾ നമ്മളെല്ലാം തികഞ്ഞു. പക്ഷേ സത്വഗുണത്തിൽ പോയതുകൊണ്ടും നമ്മൾക്ക് ഇവിടെ നിന്നും ഒരു മോക്ഷം സാധിക്കുമോ? ഇല്ല അല്ലേ. നമുക്ക് സത്വഗുണത്തിലാണെങ്കിൽ പോലും നമുക്ക് ജന്മം, മൃത്യു, ജരാവ്യാധി, അതായത് പുനർജന്മം വളരെയധികം എന്താ പറയുക ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. സത്വഗുണത്തിലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യം. ഇനി സത്വഗുണത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആകെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ ആ സാത്വിക ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കൊരു മനുഷ്യജന്മം, ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള മനുഷ്യജന്മം നമുക്ക് കിട്ടാം. ചിലപ്പോൾ ഒരു ഉപരി ലോകത്തിലേക്ക് പോകാം. അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മരണശേഷം ഈ ആളുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സ്വഭാവ ഗുണം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരദ്വാരങ്ങൾ ജ്ഞാനദീപ്തമായിരിക്കും എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് കാരണം നമ്മൾ അതിൻ്റെ മീനിങ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്നതും പറയുന്നതും എല്ലാം. ഇപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെവി എന്ന് പറഞ്ഞാൽ അതിൽ കേൾക്കുന്നതെല്ലാം അങ്ങനെയുള്ള ജ്ഞാനമായിരിക്കും. സത്വഗുണത്തിലുള്ളത് മാത്രമല്ല, അത് കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന ജ്ഞാനമായിരിക്കണം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളെല്ലാ ഇന്ദ്രിയങ്ങളും നമ്മുടെ എല്ലാ നവദ്വാരങ്ങളും ജ്ഞാനദീപ്തമാകുന്നു. അതാണ് ഒരു പ്രത്യേകത. പിന്നെ രജോ ഗുണത്തിലെ കമ്പയർ ചെയ്ത് രജോ ഗുണക്കാരൻ ഇത്രയും കടന്ന് കഠിനാധ്വാനം ചെയ്താലും അറ്റ് എൻഡ് അയാൾക്കുള്ളത് ദുഃഖമായിരിക്കും, പിന്നെ ലോഭമായിരിക്കും. അപ്പോൾ ഗ്രീഡ് അതൊക്കെ ആയിരിക്കും അയാൾക്ക് വരുന്നത്. തമോ ഗുണക്കാരനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു രീതിയിലും ഉയർന്നു വരാൻ സാധിക്കാത്ത വിധം അയാൾ ഒരു നരക ലോകത്തിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. രജോ ഗുണക്കാരനാണെങ്കിലോ ഈ എല്ലായ്പ്പോഴും ഈ എന്താ പറയുക ഫലോദിഷ്ടമായ കാര്യങ്ങളെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് പുനർജന്മങ്ങൾ എപ്പോഴും ഫലോദിഷ്ടമായി കാര്യങ്ങൾ ചിന്തിക്കുന്നവരുടെ ഇടയിൽ തന്നെ, അതായത് ഭൂലോകത്ത് തന്നെയായിരിക്കുന്നത്. സത്വഗുണക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള ഉപരി ലോകങ്ങളിൽ ജന്മം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കറിയാം ക്ഷീണ പുണ്യം മധ്യലോകം വിശുദ്ധി. നമ്മൾ പറഞ്ഞു ബ്രഹ്മലോകത്തിൽ പോയാൽ പോലും നമുക്കറിയാം 17-14 ലോകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഏതാണ്? ബ്രഹ്മലോകമാണ് അല്ലേ. ബ്രഹ്മലോകത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് എന്താണ്, നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല അവിടെ നിന്ന്
അങ്ങോട്ടേക്ക് പോകാം, നമുക്ക് വീണ്ടും താഴെ പതി. കാരണം നമുക്കറിയാം ബ്രഹ്മാവിന് പോലും ആയുസ് ബ്രഹ്മാവിൻ്റെ 100 വർഷമാണെന്ന് അറിയാം. അപ്പോൾ അവിടെ എന്തൊരു ആയുസിൻ്റെ കണക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രഹ്മാവ് പോകുമ്പോൾ നമ്മളുടെ സ്ഥിതി എന്താവും നമുക്കറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയും ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതാണ് അബ്രഹ്മ പുനരാലോക പുനരാവർത്തനോർജിത മമുപേദ്യത്തു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ എന്നുള്ള ശ്ലോകം പറയുന്നത്. അതായത് ഈ ഭൗതിക ലോകങ്ങൾ 14 ലോകങ്ങളെല്ലാം ഭൗതിക ലോകമാണ്. അതിൻ്റെ ഏറ്റവും ഉന്നതമായ ബ്രഹ്മലോകത്ത് ഇരുന്നാൽ പോലും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മമൃത്യു ജരാവ്യാധികൾ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേസമയം എന്നെ ആരാധിക്കുന്ന, എന്നെ വിശ്വസിക്കുന്നവരിൽ എനിക്ക് സറണ്ടർ ചെയ്തവരാണെങ്കിൽ എൻ്റെ താമസം അവർക്ക് പിന്നെ ഒരിക്കലും ജന്മം ഉണ്ടാവില്ല, പുനർജന്മം ഉണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടീസാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ പർപ്പട്ട് വഴി നമുക്ക് പോകണം. കാരണം ഇത് വളരെ പ്രധാനമായ ഒരു പർപ്പട്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഭാവാർത്ഥം വായിച്ചുള്ള ഒരു പാർട്ടായിട്ട് വായിച്ചു പോവാം. ത്രിഗുണ പ്രേരിതങ്ങളായ സർവകർമ്മങ്ങളെയും അതിക്രമിക്കണമെങ്കിൽ യോഗ്യതയുള്ളവരിൽ നിന്ന് അവയെപ്പറ്റി നല്ലവണ്ണം പഠിച്ചറിയുകയേ വേണ്ടൂ. കൃഷ്ണനാണ് യഥാർത്ഥ ആധ്യാത്മിക ആചാര്യൻ. അങ്ങനെയുള്ള അദ്ദേഹം അർജുനന് ഈ ജ്ഞാനം നൽകി. അതുപോലെ ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവരിൽ നിന്ന് വേണം അധിഷ്ഠിതമായ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഈ ശാസ്ത്രം പഠിക്കാൻ. അല്ലെങ്കിൽ ജീവിതം വഴി പിഴച്ചേക്കും. വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിൻ്റെ ഉപദേശത്തിലൂടെ ഒരാൾക്ക് തൻ്റെ ആധ്യാത്മിക നിലയെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അറിവ് നേടാം. താൻ എങ്ങനെ ബന്ധനത്തിൽ പെട്ടുവെന്നും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ എത്രത്തോളം ആകർഷണമായിട്ടുണ്ടെന്നും ഗ്രഹിക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പ്രഭാത് പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഈ ജ്ഞാനം ഗ്രഹിക്കേണ്ടത് ഒരു വിശ്വാസനായിട്ടുള്ള ഒരു ആധികാരികനായ ഒരു ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററിൽ നിന്ന് തന്നെയാണ്. അപ്പം അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്, അല്ലേ? നമ്മൾക്ക് ശ്രീല പ്രഭാതത്തെ അസോസിയേഷൻ കിട്ടി, പ്രഭാതത്തെ പുസ്തകമുള്ളതുകൊണ്ട് നമ്മൾ വേറൊരു തെറ്റായ വഴിക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ആ വിശുദ്ധമായ ജ്ഞാനം അല്ലെങ്കിൽ നമുക്ക് ആ ശുദ്ധമായ ജ്ഞാനം കിട്ടാനുള്ള സാധ്യത ഹൈയാണ്, അല്ലെങ്കിൽ സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. സാധ്യത എന്നല്ല, നമുക്ക് ആ ജ്ഞാനമാണ് കിട്ടുന്നത്. നമ്മളതൊന്ന് അങ്ങോട്ട് വിഴുങ്ങിയാൽ മതി, അല്ലേ? സാധനം റെഡിയാക്കിയാണ് പ്രഭാതത്തെ സന്ധിക്കുന്നത്. ഒരു ശ്ലോകവും വിവർത്തനവും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് ഭാവാർത്ഥം വായിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും നമ്മളതൊരു ആചാര്യനിലൂടെ തന്നെ കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം വഴിവഴിച്ചേക്കും എന്ന് പറയുന്നൊരു കാര്യം എന്താ നമുക്കറിയുന്നത്. മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭഗവത്ഗീതകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇതേ ശ്ലോകം തന്നെ മുഴുവൻ വായിച്ച് ഭാവാർത്ഥവും വായിച്ചതിന് ശേഷം വേറൊരെണ്ണം വായിക്കണം എന്ന് എനിക്ക് പറയില്ല, അഡ്വൈസ് ചെയ്യില്ല. ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് ഒരു കാലത്ത്, പക്ഷേ ഭയങ്കരമായ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ആ വായിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിച്ചപ്പോൾ എൻ്റെ ഒരു ബന്ധു തന്നെയാണ്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു തർക്കം നടന്നു. അപ്പം നമ്മൾ തർക്കിക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ രജോ ഗുണം ഒന്ന് തലമുട്ടി. കാരണം വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞ അർത്ഥം ആള് പറഞ്ഞ അർത്ഥത്തിൽ ഭയങ്കര ഡിഫറൻസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഭഗവത്ഗീത യഥാരൂപമാണ് വായിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു യഥാരൂപം നിങ്ങൾ എഴുതി വെച്ചേക്കണേലേ. സത്യം പറഞ്ഞാൽ അപ്പോൾ എൻ്റെ രജോഗുണം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എൻ്റെ രജോഗുണം തലപൊക്കി. അപ്പോൾ കാരണം എനിക്ക് ദേഷ്യം വന്നു, എൻ്റെ രജോഗുണം തലപൊക്കി. അപ്പോൾ ഞാൻ കുറച്ച് ടോൺ മാറ്റി അദ്ദേഹത്തിനോട് ഇത്തിരി ഹാർഡായിട്ട്, എന്ന് വെച്ചാൽ ചീത്ത വിളിക്കുകയല്ല, ഞാൻ ഈ വസ്തുത ഉള്ള കുറേ പോയിന്റ്സ്. അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ഭഗവാൻ കുറേ പോയിന്റ്സ് മനസ്സിലാക്കി തരും. അപ്പോൾ ഞാൻ ആ പോയിന്റ്സുകൾ നിരത്തി. അപ്പോൾ ആ പാതഗതിയിൽ ഞാൻ ജയിച്ചോ തോറ്റോ എന്നല്ലല്ല, ഞാനവിടെ എന്നോട് തന്നെ സമർപ്പിച്ചു. അതായത് ഇതാണ് ആധികാരിക ഗ്രന്ഥം. കാരണം ആ ഉത്തമ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ആരെന്ത് പറഞ്ഞാലും എന്ത് തർക്കിക്കാൻ വന്നാലും നമ്മൾ അതൊരു അഭക്തനാണെങ്കിൽ നമ്മൾ അവരോട് യാതൊരു തർക്കത്തിനും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളോടൊരു കാര്യം അങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ആ ഒരു നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യം നമ്മൾ പറയണം. നമ്മൾ അല്ലാതെയുള്ള അപരാധങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ പ്രധാനമുള്ളത് ഇതാണ്, എന്താണ്, നമ്മൾ കൃഷ്ണാബോധം ഉദിച്ചവരിൽ നിന്ന് വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ. നമ്മൾക്ക് പ്രഭാതരുടെ ആ ഒരു പുസ്തകവും ആ നോളജ് നമുക്ക് ഷെയർ ചെയ്ത് അത് നമുക്ക് ആ ഒരു പരമ്പരയിലൂടെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഈ പറയുന്ന ഇതിലേക്ക് നമുക്ക് ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒരു പർപ്പറ്റിലേക്ക് കൂടുതൽ പോകുന്നതിന് മുന്നേ ഈ വിവർത്തനത്തിൽ തന്നെ 2 പാർട്ടായിട്ടാണ് വിവർത്തനം പറയുന്നത്.
യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറൊരു കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും, അതാണ് പാർട്ട് 1. അതായത് നമ്മൾ പാർട്ട് 1 ഈ ഇതിൽ മനസ്സിലാക്കുന്ന ഈ ശ്ലോകത്തിന്റെ ഈ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറിനെ കുറിച്ച്, അതായത് ത്രിഗുണങ്ങളെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾക്ക് ഒരുവിധം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അല്ലെ ത്രിഗുണങ്ങളെ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പാർട്ട് 1. രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എൻ്റെ ആധ്യാത്മിക പ്രകൃതി. അപ്പൊ 2 ഭാഗങ്ങളുണ്ട് അവിവർത്തനം അല്ലെ. ഒന്ന് പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ മനസ്സിലാക്കിയവരും, പിന്നെ ഈ ത്രിഗുണങ്ങൾക്ക് അതീതനാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കാൻ, ഇത് സ്പിരിച്വൽ വേൾഡിലേക്ക് കടക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ ഈ ഗുണങ്ങൾക്ക് അതീതനാണെന്നുള്ളൊരു കാര്യം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഭാവാർത്ഥത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പാർട്ട് എന്താണ്? നമ്മൾ ആധ്യാത്മിക ആചാര്യൻ്റെ കാര്യം. അപ്പോൾ ഏത് ശ്ലോകമാണ് നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് വരേണ്ടത്? നമുക്ക് നമ്മൾ ഈ ഇപ്പോൾ വായിച്ചത് കൃഷ്ണാബോധം ഉച്ചരിക്കണം, ഇത് കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഇത് വഴിവഴയ്ക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ശ്ലോകം ഭഗവത്ഗീതയിൽ ഏതാണ്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വ ദർശിന 4.34. അതായത് ഏറ്റവും പ്രധാനം നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വയ്ക്കുന്ന ശ്ലോകമാണ്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വ ദർശന. അതായത് നമ്മൾ ഒരു യഥാർത്ഥ ആധ്യാത്മിക ആചാര്യനിൽ നിന്ന്, ആ ആചാര്യനിൽ നിന്ന് വേണം നമ്മളെന്ത് കേൾക്കാൻ? ഈ ജ്ഞാനം കേൾക്കാൻ. അപ്പോൾ നമ്മൾ ആ ഒരു ആചാര്യനെ നമ്മൾ പിന്തുടരണം, അല്ലെങ്കിൽ ആചാര്യനെ നമ്മൾ സമീപിക്കണം. അദ്ദേഹത്തോട് നമ്മൾ വിനയപൂർവ്വം ചോദിച്ചറിയണം ഈ പരമസത്യത്തെക്കുറിച്ച്. കാരണം ആ ആചാര്യൻ്റെ പ്രത്യേകത എന്താ? മനസ്സിൽ ശ്രീലഭവാദനെ വിചാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ആചാര്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം പരമസത്യത്തെ അറിഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെ പരമസത്യത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് അത് മറ്റൊരാൾക്ക് പകർന്നു നൽകാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോകമാണ്. അതിവിടെ വീണ്ടും നമ്മൾ ഇനിയും പറഞ്ഞു. അപ്പോൾ ആ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തതിൻ്റെ കാര്യം അതാണ്. ഇനി ഇവിടെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ആചാര്യൻ, അങ്ങനെ നമുക്ക് പരമസത്യത്തെക്കുറിച്ച് അറിഞ്ഞ ഒരു ആചാര്യൻ നമ്മൾക്കത് പറഞ്ഞു തരുമ്പോൾ 5 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒരാൾക്ക് ആ ഉപദേശം കേട്ട് കഴിയുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരാൾക്ക് തൻ്റെ ആധ്യാത്മിക നിലയെക്കുറിച്ച് അറിയാൻ സാധിക്കും, സ്പിരിച്വൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ഗുരുവിൻ്റെ, ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ ശിഷ്യനായി നമ്മൾ ആ ശിഷ്യത്വത്തിലേക്ക് പോകുമ്പോൾ, ആ അസോസിയേഷനിൽ വരുമ്പോൾ നമ്മളുടെ സ്പിരിച്വൽ പൊസിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഭൗതിക ശരീരത്തെക്കുറിച്ച് അറിയാൻ പറ്റും, നമ്മുടെ മെറ്റീരിയൽ ബോഡിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത് ഇന്ദ്രിയങ്ങളെക്കുറിച്ച്, സെൻസസിനെ കുറിച്ച് മനസ്സിലാകും. പിന്നെ നമ്മൾ എങ്ങനെ ഈ ബന്ധനത്തിൽ പെട്ടു, ഹൗ ഹീസ് എൻട്രാപ്ഡ് അല്ലെ, ഈ ത്രിഗുണങ്ങളിൽ, ഈ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറിൽ എങ്ങനെ എൻട്രാപ്പായി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ എത്രത്തോളം ആകൃഷ്ടനായിട്ടുണ്ടോ, നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അട്രാക്റ്റായി ഈ ത്രിഗുണങ്ങളിലേക്ക് നമ്മൾ വന്ന് വീണത് എന്നുള്ള കാര്യവും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ കാരണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സത്വഗുണത്തിൽ വരുന്ന ഒരാൾക്ക് വിശുദ്ധി ഉള്ളതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം പ്രാപ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യഥാർത്ഥ ജ്ഞാനം പ്രാപ്യമാണ് സത്വഗുണത്തിലുള്ള. അപ്പോൾ യഥാർത്ഥ ജ്ഞാനമാണ് ഈ ഗുരുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം കിട്ടുന്ന ആൾക്ക് യഥാർത്ഥമായ റൂട്ട് മനസ്സിലാവും അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് തെറ്റായ ഗൂഗിൾ മാപ്പിലൊക്കെ ഒരു വഴി തെറ്റിക്കുന്ന പോലെ ചില സമയത്ത്. അപ്പോൾ യഥാർത്ഥ റൂട്ട് മാപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററെ തന്നെ പിടിക്കേണ്ട ആവശ്യമാണ്, അല്ലെങ്കിൽ ആ മാസ്റ്റർ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഗുരു എന്താണ് ചെയ്യുന്നത്? ഗുരു ആക്ച്വലി ഒരു ശിഷ്യനെ എംപവർ ചെയ്യുകയാണ് അല്ലേ. ഒരു ഗുരു ശിഷ്യ ബന്ധം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗുരുവിന് നമ്മൾ പൂർണ്ണമായും നമ്മൾ സറണ്ടർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഗുരുവിന് നമ്മൾ പൂർണ്ണമായും സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ ഗുരു നമ്മളെ എംപവർ ചെയ്യും. അതായത് അത് വെറുതെ ഇങ്ങനെ നമ്മളിപ്പോൾ സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കുന്ന നമ്മുടെ ഒരു ജഡവിദ്യ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഭൗതിക വിദ്യ പഠിക്കുന്ന പോലെയല്ല. അവിടെയുള്ള ഗുരുശിഷ്യ ബന്ധവും ഈ ആത്മീയമായ ഗുരുശിഷ്യ ബന്ധവും വ്യത്യാസമുണ്ട്. അവിടെ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മളത് കേൾക്കും, എഴുതിയെടുക്കും, അങ്ങനെ പോകുന്നു, പഠിക്കുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്നു, അവിടെ അത് കഴിഞ്ഞു. അതാ ശരീരത്തോടൊപ്പം നശിച്ചു. അതാണ് ജഡവിദ്യ എന്ന് പറയുന്നത്. പക്ഷേ ആത്മീയജ്ഞാനം നമ്മളെവിടേക്ക് ഉണ്ട്? അത് ആ ഗുരുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്കാണ് വരുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, തേനെ
ബ്രഹ്മഹൃദയ ആദി കവയെ ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധത്തിലെ 1-ാം ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ബ്രഹ്മാവിന് തൻ്റെ ഹൃദയത്തിൽ നിന്നല്ല, ഹൃദയത്തിലേക്ക് ഭഗവാൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് പകർന്നത്. ആദ്യത്തെ ഗുരുശിഷ്യ ബന്ധമാണ് അവിടെ തുടങ്ങുന്നത് അല്ലെ, ആദ്യത്തെ ഗുരുശിഷ്യ ബന്ധം. അതേപോലെ തന്നെയാണ് നമ്മൾ ദീക്ഷ എടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അതും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് പകർന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ ഈ ഇത് കേൾക്കുമ്പോൾ അത് ആ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് വരുന്നത്. കേൾക്കണ്ടോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് ആ ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് ആണ്, ഒരു ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒരു ഗുരു ശിഷ്യന് ഉപദേശങ്ങൾ കൊടുത്ത് എംപവർ ചെയ്യുന്നു. അപ്പോൾ ശിഷ്യൻ അത് അതേപടി അനുസരിക്കണം. അപ്പോൾ നമ്മള് എംപവർ ചെയ്യുമ്പോൾ ആ ശിഷ്യന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആ ഗുരുവിന്റെ ഉപദേശങ്ങൾ അപ്പാടെ നമ്മൾ അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് നമുക്ക് അത് വിജ്ഞാനമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. നമ്മൾ പറയാം ദിവ്യജ്ഞാന പ്രകാശിതോ, നമ്മൾ ഗുരുചരണ ഇതിലും ചൊല്ലുന്നല്ലേ ദിവ്യപ്രകാശിതോ. അതായത് ആ ദിവ്യജ്ഞാനം ഹൃദയത്തിലൂടെയാണ് അത് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോ ഒരു നമുക്കൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൃഗാരിയുടെ കഥ പലർക്കും അറിയായിരിക്കുന്ന ഒരു കഥയായിരിക്കും അല്ലെ, എല്ലാവർക്കും ഭാഗവതത്തിലെ ഒരു കഥയാണ്. അത് നമ്മൾ അവിടെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അവിടെ ഒരു മൃഗാരി ആരാണ്? മൃഗാരി ഒരു വേടനാണ് അല്ലെ. മൃഗാരി പക്ഷികളെ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന ഒരാളാണ്. ഇപ്പോ മൃഗാരി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് വെറുതെ വേട്ടയാടുകയല്ല ചെയ്യുന്നത്, എല്ലാത്തിനും പകുതി കൊന്നുവയ്ക്കും. അപ്പോൾ ഏത് മൃഗത്തിനെ അയാൾ വേട്ടയാടിയാലും ഹണ്ട് ചെയ്യുമ്പോഴും ആ പിടിക്കുന്നതിന് എല്ലാവരും പകുതി കൊല്ലും. എന്നിട്ട് പകുതി അതിങ്ങനെ പിടച്ചാവണാണ്ട് ഇയാൾ ആസ്വദിക്കും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സാഡിസ്റ്റ് രീതിയിലുള്ള ഒരു വേട്ടക്കാരനായിരുന്നു ഈ മൃഗാരി. അപ്പൊ ഒരു ദിവസം നാരദ മുനി ഇത് കാണാനിടയാണ്. അപ്പൊ നാരദ മുനി ഇത് കണ്ടു, ഇത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ഒന്നിനും അതിനെ മുഴുവൻ കൊല്ലും, കാരണം നീ എന്തായാലും അതിനെ കൊല്ലും, എന്നാൽ മുഴുവനായിട്ട് അതിനെ വേഗം കൊല്ലും, കാരണം ഇങ്ങനെ ഒരു പകുതിയായിട്ടിടല്ലേ. അപ്പോ എന്താന്ന് ഇപ്പൊ പറയും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഇത് മുഴുവൻ നിനക്ക് അനുഭവിക്കാനുണ്ട്. നീ നിന്റെ ഈ ജന്മത്തിന് ശേഷം ചെയ്താൽ നീ എത്ര ഇതുപോലെ ചെയ്തുവോ ഇതുപോലെ ഇവരെല്ലാം നിന്നെ കാത്തിരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഇതുപോലെ ഇവരെല്ലാം നിന്നെ ഓരോ തവണ ഇങ്ങനെ പകുതി അതെല്ലാം നിനക്ക് സഹിക്കേണ്ടി വരുന്നവർക്ക് മൃഗാരിക്ക് ഇവിടെ പറയുന്നത് ആരാണ്? നാരദ മഹർഷി. അപ്പൊ അങ്ങനെയുള്ള അസോസിയേഷൻ പെട്ടെന്ന് തന്നെ അയാളിലേക്ക് ജ്ഞാനം നോക്കണം. തമോ ഗുണത്തിൽ കഴിഞ്ഞ ആഴ്ച മാതാജി പറഞ്ഞ പോലെ ആ മൃഗാരിയൊക്കെ തമോ ഗുണത്തിൽ നിന്ന് അല്ലെ, എക്സ്ട്രീം തമോ ഗുണത്തിൽ നിന്ന് പെട്ടെന്നാണ് ഇത് തലയിൽ കയറിയപ്പോ അപ്പൊ എന്താ ചെയ്യേണ്ടത്? നാമം ജപിക്കണം, ഭഗവാന്റെ നാമജപം ആരംഭിച്ചു. അപ്പൊ അങ്ങനെ നാരദമുനി പറഞ്ഞിട്ട് പോയി മൃഗാരി നാമജപമായിട്ട് പോയി. അതിനുശേഷം കുറെ കാലത്തിന് ശേഷം നാരദ മഹർഷി ആ ഭാഗത്തോട് വീണ്ടും വരികയാണ്. കൂടെ പർവ്വത മുനിയുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടി നടന്നു വരുമ്പോ മൃഗാരി കണ്ടു, എനിക്ക് അന്ന് ഇത് ഉപദേശിച്ചു തന്ന അപ്പൊ അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ കൊല്ലാതിരിക്കാൻ പറ്റില്ല എനിക്ക്, കാരണം വെച്ചാൽ എന്റെ ജീവിത മാർഗമാണ്, നിനക്കെ കൊന്ന് ഭക്ഷിച്ചൊക്കെയാണ്, അപ്പൊ എന്റെ ആഹാരമൊക്കെ എങ്ങനെ. അപ്പൊ നാരദമുനി പറയും, ഞാൻ പറയാം നിനക്ക്, നീ ഭഗവാന്റെ നാമം ജപിക്കുക. നീ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നിന്റെ ആഹാരത്തുന്ന വഴി ഭഗവാൻ തന്നോളൂ എന്ന് പറയും. അങ്ങനെ മൃഗാരി എന്ത് ചെയ്തു? ഈ വേട്ടയെല്ലാം നിർത്തി, ഈ പകുതി കൊടൽ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ട് മൃഗാരി നാമജപം തുടങ്ങി. മൃഗാരി ഇങ്ങനെ നാമജപം തുടങ്ങിയപ്പോ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ നോട്ട് ചെയ്തു. കാരണം വളരെ ക്രൂരനായിട്ട് നടത്തിയിരുന്ന ഈ വ്യക്തി വളരെ പെട്ടെന്നൊരു മാറ്റം വന്നു, ആള് നാമം ജപിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് സമയാസമയം ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കും. അപ്പൊ മൃഗാരിക്ക് കൃത്യമായിട്ട് നാരദമുനി പറഞ്ഞ പോലെ ഭക്ഷണങ്ങൾ സമയാസമയം കിട്ടാൻ തുടങ്ങിയപ്പോൾ വേട്ടയാടൽ പൂർണ്ണമായി അവസാനിപ്പിച്ച് മൃഗാരി ജപമായിട്ടു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം നാരദമുനിയും പർവ്വതമുനിയും കൂടി നടന്നു വരുമ്പോ മൃഗാരി കാണുന്നു, അതാ എനിക്ക് എന്റെ ഗുരുനാഥൻ വരുന്നു. മൃഗാരി ഓടിച്ചില്ല. അപ്പൊ ഒരു ഗുരുനാഥനെ കണ്ടു നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മള് നമസ്കാരം നമസ്കരിക്കണം, അല്ലെ, പെട്ടെന്ന് നമസ്കരിക്കണം. അപ്പൊ എന്ത് ചെയ്താ ഈ മൃഗാരി നമസ്കരിക്കുന്നില്ല. മൃഗാരി ഇങ്ങനെ ഈ ചാടി ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ അടുത്തേക്ക് എത്തണ്ട, പക്ഷെ നമസ്കരിക്കുന്നില്ല. അപ്പൊ എന്താണ് നമസ്കരിക്കേണ്ടത് ചോദിക്കുമ്പോ നമസ്കരിക്കുന്നില്ല എന്ന് ചോദിക്കണം, മഹർഷി ചോദിക്കുന്നുണ്ട്. അപ്പൊ മൃഗാരി പറയാണ്,
നമസ്കരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് എവിടെ നോക്കുമ്പോൾ ഉറുമ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എവിടെയെങ്കിലും നമസ്കരിച്ച ആ ഉറുമ്പിനെ വേദനിക്കില്ല. അപ്പൊ നോക്കുക, അതായത് ഒരു ജീവിയെ പകുതി കൊന്ന് അതിന്റെ ആ ബാക്കി ജീവൻ പോകുന്നത് ആസ്വദിച്ചിരുന്ന ഒരു മൃഗാരി ഭഗവാന്റെ നാമജപത്തിൽ ഒരു നാരദമുനിയുടെ അസോസിയേഷനിലൂടെ വന്ന മാറ്റം എന്നാണ്. ആ ഉറുമ്പ് പോകുന്നത് കൊണ്ട് അതിന്റെ മുകളിൽ ഒരു വിരിച്ച് ഇങ്ങനെ നമസ്കരിക്കാൻ പഠിക്കുന്നു. അത്രയ്ക്കും എന്താ ഇൻസൈഡ് അല്ലെ, ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കും. അപ്പൊ അവിടെ എന്താ, ആ ഗുരുവിന്റെ ആ ഗുരു എന്ത് പറഞ്ഞു അത് അപ്പാടെ സ്വീകരിച്ച, വേറെ ചിന്തയൊന്നുമില്ല, അത് അങ്ങനെ തന്നെ മക്കൾ വിഴുങ്ങി അത് പ്രാവർത്തികമല്ല. അതാണ് പറയുന്നത്, ഗുരു എന്ത് പറയുന്നു അത് ശിഷ്യൻ അനുസരിക്കും. ആ ഒരു പോയിന്റാണ് മനസ്സിലാക്കേണ്ടത് വരുന്നത്. അത് ചെയ്താൽ മാത്രമേ, എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്, നമ്മള് ഇപ്പോ ത്രിഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാനുള്ള ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം വിശകലനം ചെയ്തു പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത്. ഗുരു നമ്മുടെ തദ്ബുദ്ധി പ്രണിപാതേന പറഞ്ഞ ശ്ലോകം പറഞ്ഞ അതിനാണ്. അപ്പൊ അങ്ങനെ ഇയാള്, ഈ ഒരു വ്യക്തി ഇതുപോലെ ഒരു ഗുരുവിന്റെ ഇൻസ്ട്രക്ഷനോട് കൂടിയിട്ട് നമ്മളത് അനുസരിച്ച് പോകുമ്പോൾ നമ്മൾക്ക് കൃഷ്ണാബോധത്തിൽ നമുക്ക് സ്ലോലി നമ്മൾക്ക് പ്രോഗ്രസ് ആവാൻ സാധിക്കും. അങ്ങനെ കൃഷ്ണാബോധത്തിലേക്ക് നമ്മൾ പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഈ ആത്മാവല്ല, അല്ല ശരീരമല്ല, ആത്മാവാണ് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അത് മനസ്സിൽ നമുക്ക് ഹൃദയത്തിൽ ഇരുത്താൻ സാധിക്കും. നമ്മളിത് പറയുന്നുണ്ട്, നമ്മുടെ ശരീരമല്ല ആത്മാവ്, അത് പറഞ്ഞിട്ട് പോകണം നമ്മൾ ചെയ്യുന്നത് ശരീരത്തിന്റെ കാര്യങ്ങളെയാണ് അല്ലെ. ശരീരത്തിന് നോക്കേണ്ടത് ആവശ്യമാണ്, പക്ഷെ ഫോക്കസ് പോകുന്നത് ശരീരത്തിൽ തന്നെയാണ് വീണ്ടും. അപ്പൊ അതിൽ നിന്ന് ആ മനസ്സിലേക്ക് ആ ഫോക്കസ് വരണമെങ്കിൽ കൃഷ്ണാവബോധം കൂടിയത്. ഈ ശ്ലോകത്തില് 19ാം ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് എന്താ വെച്ചാല്, ഈ ത്രിഗുണങ്ങളല്ലാതെ പ്രകൃതിയുടെ യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് മനസ്സിലാക്കുകയും ഞാൻ അതിനെല്ലാം മുകളിലാണ്, അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവൻ എന്റെ അടുത്തെത്തുന്നവരായിരുന്നു. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു ഭൗതിക ശരീരം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, നമ്മുടെ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം സത്വ രജോ തമോ ഗുണങ്ങൾ നമ്മളെ പിടികൂടിയിരിക്കും. നമ്മൾ കണ്ടു അതിനെ, നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. എന്തൊക്കെ ഒരു സന്തോഷം വന്നാൽ തന്നെ നമ്മൾ വ്യക്തനായി, സിമ്പിൾ അല്ലെ. ഒരു ദുഃഖം വന്നാൽ നമ്മൾ വ്യക്തനായി, പണം ഉണ്ടെങ്കിൽ വ്യക്തനായി, പണം ഇല്ലെങ്കിലും വ്യക്തനായി അല്ലെ. എന്ത് കഴിച്ചു അതനുസരിച്ച് വ്യക്തനായി, എന്ത് സംസാരിക്കുന്നു ആ ഏത് തരം സംസാരം വ്യക്തനായി. അവിടെയൊക്കെ നമ്മൾ വ്യക്തനാകാൻ പലതും നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്ത് ഈ ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്ക് പുറത്തു പോകണമെങ്കിൽ വളരെയധികം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യം. അതായത് നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ പ്രഭാതൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു മുറിയിൽ കുറെ ആൾക്കാരെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 പേര്, നമ്മളെല്ലാവരെയും ഇവിടെ ആരെങ്കിലും വന്നു, നമ്മളെല്ലാവരെയും ഇപ്പൊ ആരോ വന്നു ഹൈജാക്ക് ചെയ്ത പോലെ നമ്മളെ പിടിച്ചു, എല്ലാവരെയും കൈയും കാലും കെട്ടിയിട്ട് വായും കൂടി കെട്ടിയിട്ട് ഇട്ടു എന്ന് വിചാരിക്കും. നമ്മളിൽ ഒരാൾക്ക് നമ്മളെ ആരെങ്കിലും അഴിച്ചുവിടാൻ പറ്റുമോ? എല്ലാവരുടെയും കൈയും കാലും കെട്ടിയിട്ടിരിക്കുക, വായും കെട്ടിയിരിക്കുക, എല്ലാം പോലും പറ്റില്ല അല്ലെ. അപ്പൊ ആര് വരണം? വേറൊരാൾ വരണം. പുറത്തുനിന്ന് ഈ ബന്ധനങ്ങളും ഇല്ലാത്ത ഒരാൾ വന്നാൽ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കെട്ടയച്ചു വിടാൻ സാധിക്കും അല്ലെ. അപ്പൊ ആ കെട്ടയച്ചു വരുന്ന ആൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ, അയാൾ അപ്പൊ പരിഭ്രമം ഇല്ലെങ്കിൽ അയാൾക്ക് മറ്റൊരാളുടെ കെട്ടയച്ചു വിടാൻ സാധിക്കും. അപ്പോ അവിടെ പുറമേ നിന്ന് വരുന്ന ആ വ്യക്തിയാണ്, അതാണ് നമ്മുടെ ഗുരു, അതാണ് സ്പിരിച്വൽ മാസ്റ്റർ. അപ്പൊ നമ്മളെല്ലാവരും ബദ്ധരാണ്, സത്വ രജോ തമോ ഗുണങ്ങളിൽ ബദ്ധരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മള് ഗുരു, നമ്മൾ ആത്മീയ ഗുരുവിനെ ഫോളോ ചെയ്യണതിന്റെ അത്യാവശ്യം. ഗുരു ഈ ഗുണങ്ങളുടെ മുകളിലാണ്, ഗുണങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്ന ആളാണ് ഗുരു. നമ്മൾ അടുത്ത ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത ദിവസം പറയുമ്പോൾ നമ്മൾ പറയുന്നത്, കാരണം നമുക്ക് ഈ ഒരു മനുഷ്യ, അതായത് നമ്മൾ ഈ ഭൗതിക അവസ്ഥയിൽ തന്നെ നമുക്ക് മുക്താത്മാവായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും മുക്താത്മാവാകുമ്പോഴേക്കും നമ്മൾ ഈ ശരീരം വിട്ട് പോകില്ല. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായ ഉത്തരം തരുന്നുണ്ട്. നമ്മൾ ഈ ഭൗതിക അവസ്ഥയിൽ തന്നെ നമുക്ക് മുക്താത്മാവായിട്ട് ഇരിക്കും. അപ്പൊ ബദ്ധാത്മാവിന് മുക്താത്മാവ് ഈ ഭൗതികതയിൽ തന്നെ ആവാൻ സാധിക്കും. അത് നമ്മുടെ ആത്മീയ ഗുരു തന്നെ നമുക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആത്മീയ ഗുരുക്കൾ എപ്പോഴും ഈ ത്രിഗുണങ്ങളുടെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിന്ന ആൾക്ക് മാത്രമേ ഈ പറഞ്ഞ വന്ന എല്ലാവരുടെയും കെട്ടഴിച്ച് വിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് തന്നെ പ്രഭാതത്തിന് വേറെ ഒരു ശ്ലോകത്തില് പറയുന്നുണ്ട്. നമ്മുടെ ആ
തേഷാമഹം സമുദ്ധർത്ത എന്നുള്ള ശ്ലോകത്തിൽ 12:7 പറയുന്നുണ്ട്. ഭക്തിയോഗം എന്ന് പറയുന്നത്, അതായത് ഒരു സമുദ്രത്തിൽ വീണ് കിടക്കുന്ന ആള്, ഇപ്പൊ കുറെ പേര് കടലിൽ വീണ് കിടക്കുകയാണെങ്കിൽ ആ കടലിൽ വീണ് കിടക്കുന്ന ഒരാൾക്ക് കൂടെ വീണ് കിടക്കുന്ന ഒരാളെ പൊക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം അല്ലെ, ശരിയല്ലേ? അതേസമയം ഒരു ബോട്ടിൽ ഒരാൾ വരികയാണ്, അയാള് ഈ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന ഒരാൾക്കാണ് ഇവരെ നിഷ്പ്രയാസം പൊക്കിയെടുക്കാൻ. അതാണ് ഗുരു നമുക്ക് ചെയ്തു തരുന്നത്. അങ്ങനെ നമ്മുടെ കൈപിടിച്ചു പോകും. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് ദൃഢമായി ഉറച്ചു നിൽക്കാൻ സാധിക്കും. അപ്പൊ ഈ ഗുരുവിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ഈ ത്രിഗുണങ്ങളെ മറികടക്കാൻ. നമ്മൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് എത്ര പ്രയത്നിച്ചാലും കയറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വിചാരിക്കാൻ എനിക്ക് ഗുരു ഒന്നും വേണ്ട, എനിക്ക് പുസ്തകം ഇതെല്ലാം വായിച്ച് ഇല്ല. നമ്മൾ ആ ഗുരു പരമ്പരയിൽ തന്നെ നമ്മൾ ആ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ആ ഒരു പരമ്പരയിൽ പറഞ്ഞതെല്ലാം അനുസരിച്ച് ആ പാതയിൽ പോയാൽ മാത്രമേ നമ്മൾക്ക് ത്രിഗുണങ്ങളെ അതിക്രമിക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കണം ദീക്ഷ എന്ന് പറയുന്നില്ല, ഈ പുസ്തകം ഈ നോളജ് അല്ലാണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഞാൻ ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ചു പോകുന്ന അറിയാനായിട്ട് ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന പോലെ ഒരു പരിപാടിയാണ്. നമ്മുടെ സോളിനെയാണ് നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോയേ പറ്റൂല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അത് ഇമ്പോസിബിൾ ടാസ്ക് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ കാരണം അങ്ങനെ പോയാൽ മാത്രമേ നമ്മൾ ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുള്ളൂ. അതായത് നമ്മൾ ഭഗവാന്റെ ദാസനാണെന്ന് മനസ്സിലാക്കാനാണ് ഇതെല്ലാം പ്രോസസ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, ഞാൻ ഈ ശരീരമാണ്. നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് തന്നെ, അപ്പൊ നമ്മളിപ്പോ ഒരു എത്രയോ പേഴ്സൻറ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം കുറെ പെർസെന്റേജ് നമ്മൾ ഭൗതികതയിലുണ്ട്, കുറെ പെർസെന്റേജ് നമ്മൾ ആത്മീയതയിലുണ്ട്. അപ്പോ കാരണം നമ്മൾ രണ്ടും ആണ് കൊണ്ടുപോകുക. അവിടെ നിന്ന് നമ്മൾ ആത്മീയതയുടെ ആ പെർസെന്റേജ് കൂട്ടണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ ദാസനാണ് എന്നുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മിക്കണം. അതിന് നമുക്ക് എന്തുള്ള ഗുരുവിന്റെ മേഴ്സി ആവശ്യമാണ്. അതാണ് ഒരു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഗുരുവിന്റെ ഗുരു പറയുന്നത് അപ്പാടെ നമ്മൾ അനുസരിച്ച് കൂടിയതാണ്. അതാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഏത് ശരീരം കിട്ടിയാലും, ഇപ്പൊ പർപ്പട്ടിൽ പ്രഭാത് പറയുന്നു, ഈ ആത്മീയ ജീവിതം പ്രകൃതിയുടെ വിശ്വാസനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശത്തിലൂടെ ഒരാൾക്ക് തന്റെ ആധ്യാത്മിക നിലയെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയത്തെക്കുറിച്ചും അറിവ് നേടണം. താൻ എങ്ങനെ ബദ്ധനായി പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ എത്രത്തോളം ആകർഷണമായി ഇതെല്ലാം ഗ്രഹിക്കാം. ഇവയുടെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ടുകൊണ്ട് നിസ്സഹായനാണ്. എങ്കിലും സത്യസ്ഥിതി മനസ്സിലാക്കിയ അയാൾക്ക് അതീന്ദ്രിയതയിലെത്താം. അവിടെയാണ് ആ സത്യസ്ഥിതി മനസ്സിലാക്കണം. യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളെ യഥാർത്ഥത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്ന ആരാണ്? സത്വരജോ തമോ ഗുണങ്ങൾ. പ്രകൃതിയുടെ സത്വരജോ തമോ ഗുണങ്ങളാണ് നമ്മളെ യഥാർത്ഥത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ അംശമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു പാർട്ട് ആൻഡ് പാർട്സൽ ആണെന്നുള്ളതിൽ നമ്മളെ മറച്ചു പിടിക്കുന്നത് ഈ സത്വരജോ തമോ ഗുണങ്ങളാണ്. കാരണം അവര് നമ്മളെ ആ ഓർക്കുള്ള ചരടിൽ 3 ചരടുകൾ, സത്വരജോ തമോ ഗുണങ്ങളുടെ ചരടുകളിൽ നമ്മളിങ്ങനെ ഈ പാവകളി പോലെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് ഉയർന്നു വരാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഹെൽപ്ലെസ് ആയി പോകും. എങ്കിലും സത്യസ്ഥിതി മനസ്സിലാക്കിയാൽ അയാൾക്ക് അതീന്ദ്രിയ തലത്തിലെത്താം. ആത്മീയ ജീവിതം നയിക്കാം. വ്യത്യസ്തങ്ങളായ ഈ പ്രവർത്തനങ്ങളുടെ കർത്താവ് വാസ്തവത്തിൽ ജീവസത്യയല്ല. ഒരു പ്രത്യേക ശരീരത്തിൽ കുടികൊള്ളുന്നതിനാൽ പ്രകൃതിയുടെ പ്രത്യേക ഗുണത്തിന് വഴങ്ങി അങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധിതമാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഏത് ശരീരം കിട്ടുന്നത് പോലെ ഇരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ലിമിറ്റ്. ഇപ്പൊ നമ്മൾക്കൊരു നായയുടെ ശരീരം കിട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ നായയെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളുടെ മാക്സിമം അല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? മാല എടുത്ത് ജപിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഈച്ചയായിട്ട് പറഞ്ഞാൽ നമുക്ക് മാല എടുത്ത് ജപിക്കാൻ പറ്റുമോ? ഇല്ല. മറ്റതെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്കറിയാം, ഈ 84 ലക്ഷം തരം ജീവജാലങ്ങളിൽ ഈ ഒരു ഡിസ്ക്രിമിനേറ്റിംഗ് ഇന്റലിജൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു വിവേചന ബുദ്ധിയുള്ള ഒരേ ഒരു ജന്മം എന്ന് പറഞ്ഞതാണ് മനുഷ്യജന്മം. അപ്പൊ ഈ മനുഷ്യജന്മത്തിൽ അത്രയും ഒരു പുണ്യജന്മം നമുക്ക് കിട്ടുമ്പോൾ ആ ജന്മം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഈ ജന്മത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ നമ്മൾ ഭഗവാന്റെ ദാസനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം. മനസ്സിലാക്കിയോണ്ടായില്ല, മനസ്സിലാക്കിയിട്ട് അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്പിരിച്വൽ സൂയിസൈഡാണ്, അല്ലെ? നമ്മൾ ആ ജന്മം വെറുതെ പാഴാക്കി കളയും. അപ്പൊ അത് മനസ്സിലാക്കിയതിനു ശേഷം അതനുസരിച്ച് പ്രവർത്തിച്ച് ആ പാതയിലേക്ക് സ്വല്പം നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ
സ്വല്പം ഒപ്യസ്യ ധർമ്മസ്യ, നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ അവിടുന്ന് തുടങ്ങിയാൽ. അപ്പോ ഒന്നും നമുക്ക് പാഴായി പോകില്ല, ഒരു തരി പോലും പാഴായി പോകില്ല. ഒരു 2 റൗണ്ട് ചാൻറ്റ് ചെയ്താൽ അതവിടെ ഉണ്ടാവും. അത് 10 റൗണ്ട് ചെയ്താലും അതോടുള്ള ചെയ്യുന്ന നമ്മൾ ആ ഒരു ഭക്തിയുത സേവനത്തിൽ നമ്മുടെ ആ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടോ അതിനൊരിക്കലും ഓട്ടം തട്ടുന്നില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. അത് അടുത്ത ജന്മത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇതായിട്ട് കിട്ടുന്നു. ഇപ്പോ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ഇപ്പൊ ഓരോരുത്തർക്കും അല്ല, ഇപ്പൊ ഇവിടെ എത്ര പേര് ഇരിക്കുന്നുണ്ട്, ആ ഓരോരുത്തരുടെയും എത്ര ശതമാനം, എത്ര പെർസെന്റേജ് നമുക്ക് സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ മുന്നേറി എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും അല്ലെ. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മളെല്ലാം വ്യക്തിഗത ജീവാത്മാക്കളാണ്. ഓരോന്നും ഓരോ വ്യക്തികളാണ് അല്ലെ. ഭഗവാനും ഒരു വിശിഷ്ടനായ വ്യക്തിത്വമാണ്, നമ്മളും ഓരോ വ്യക്തി. ആ ആത്മാക്ക് ഒരിക്കലും എവിടെയും പോയി മെർജാവുന്നില്ല. അവ പലതവണ പറഞ്ഞു എല്ലാവരും വ്യക്തികളായി തന്നെ നിലകൊള്ളും. അപ്പൊ ഈ വ്യക്തി നമ്മൾ ഇപ്പോൾ ഈ ശരീരത്തിൽ ഇരിക്കുന്ന, നമ്മുടെ ഓരോരുത്തരും ശരീരത്തിൽ ഇരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ജീവാത്മാക്കളാണ്. അപ്പൊ ഈ ജീവാത്മാക്കള് ഇപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് എന്താണോ ചെയ്യുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും അടുത്ത ശരീരം അതിന് കിട്ടുന്നത്. ആ ശരീരമായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിലായിട്ട് പറഞ്ഞതാണ് മുന്നേ. അപ്പോ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ജീവാത്മാവിനെ കുടികൊള്ളാൻ പറ്റുന്ന ഏറ്റവും നല്ല, ഏറ്റവും ബെസ്റ്റ് ബോഡിയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈ ശരീരം കൊണ്ട് ആ ജീവാത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ, ബ്രഹ്മലോകത്തിലേക്കല്ല ഭഗവത് നാമത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരെ ചെന്നില്ലെങ്കിലും അടുത്ത ഒരു സ്റ്റെപ്പ് കിട്ടുന്നത് നല്ലൊരു സ്റ്റെപ്പ് നമ്മൾ കൂടുതൽ ആധ്യാത്മികമായി നമുക്ക് മുഴുകാൻ സാധിക്കുന്ന അത്രയും സൗകര്യങ്ങളൊന്നും സ്ഥലത്തായിരിക്കും നമുക്ക് വീണ്ടും ജനനം സാധ്യത. അവിടെ നമുക്ക് ആ ഒരു അപ്ഗ്രേഡ് സാധിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി പ്രധാന കാര്യം പ്രഭാതം നേരത്തെ പറയുന്നു, ആധ്യാത്മിക പ്രാമാണികന്റെ സഹായമില്ലാതെ ഒരു യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ പോലും ആവില്ല. വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സമ്പർക്കം കൊണ്ട് മാത്രമേ സത്യസ്ഥിതി അറിയാനും അങ്ങനെ പൂർണ്ണമായും കൃഷ്ണാവബോധത്തിൽ നിലയുറപ്പിക്കാനും കഴിയും. കൃഷ്ണാവബോധവാനായ ഒരാൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ മാസ്മര ശക്തിക്ക് അധീനനല്ല. കൃഷ്ണനെ സ്വയം സമർപ്പിച്ചവൻ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തനാണെന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞത് ഓർക്കുക. കാര്യങ്ങൾ അതേപടി കാണാൻ കഴിയുന്നവരിൽ ഭൗതിക പ്രകൃതികളുടെ സ്വാധീനത കുറഞ്ഞു വരുന്നു. അപ്പോ 7.14 നമ്മൾ മുമ്പ് പറയാറില്ല, 7.14 ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ദേവി ഹേഷാഗുണമയി മമമായ ദുരന്തയ മാമേവയെ പ്രപദ്യത്തെ മായാമേതാം തരന്തിതേ. അതായത് എന്റെ പ്രകൃതിയുടെ ത്രിഗുണം, എന്റെ 3 ദിവ്യ ശക്തികൾ അടങ്ങിയതാണ് ഈ ഭൗതിക പ്രകൃതി. അതിനെ തരണം ചെയ്യുക പ്രയാസമുള്ള കാര്യം, സാധ്യമല്ല. പക്ഷെ എന്നാൽ എനിക്കായി സ്വയം സമർപ്പിച്ചവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കുന്നത് 7.14 ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞതാണ്. അപ്പൊ അതാണ് ഇവിടെ പ്രഭാവത്തിന് കോട്ട് ചെയ്തിരിക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ കൃഷ്ണന് സ്വയം സമർപ്പിച്ചവർ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ മുക്തരാണ് 7-ാം അധ്യായത്തിൽ പറഞ്ഞ് ഓർക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? നമ്മൾ ഈ ഭൗതിക ഇതിന്റെ ഒരു സമ്മറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മൾക്ക് സത്വ രജോ തമോ ഗുണങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഉത്തമമായത് സത്വഗുണമാണ്. എന്നാൽ സത്വഗുണത്തിൽ തന്നെ നമ്മൾ ഇരുന്നുകൊണ്ട് പോലും നമ്മൾക്ക് അവിടെ നിന്ന് നമ്മൾക്ക് ഭഗവത് താമരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുക സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സത്വഗുണത്തിന് നമ്മൾ മുന്നിൽ വിശുദ്ധ സത്വത്തിലേക്ക് അല്ലെങ്കിൽ വാസുദേവ സ്റ്റേജിലേക്ക് നമ്മൾ എത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതിന് മുകളിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് ഒരു പരസഹായം കൂടിയ ദൈവം. ആ പരസഹായം എന്തായിരിക്കണം? നമ്മൾക്ക് ഈ ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള ഒരാളുടെ ആയിരിക്കണം. ആ അതീതനായ ഒരാൾക്ക് നമ്മൾക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആളാരാണ്? നമ്മുടെ ആധ്യാത്മിക ഗുരുവാണ്. അപ്പോ ഗുരുവിന്റെ ശിക്ഷണങ്ങളെ നമ്മൾ അപ്പാടെ ഫോളോ ചെയ്യുക. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അനുസരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഗുരുവിന്റെ സഹായത്തോടെ നമ്മൾക്ക് ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആധ്യാത്മിക ഗുരുവിന്റെ ആ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ അത്രയും ഗുരുവിന്റെ സ്മരണ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഗുരുവിന്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ മറികടക്കാനാവും. അല്ലെങ്കിൽ നമുക്ക് വളരെ അസാധ്യമായ ഒരു കാര്യമാണ് ത്രിഗുണങ്ങളെ അതിക്രമിക്കുന്നത്. നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ നമുക്ക് കാരണം നിത്യജീവിതത്തിൽ നമ്മൾ ഈ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുമായിട്ട് സമ്പർക്കപ്പെടും, നമ്മളിൽ തന്നെ 3 ഗുണങ്ങൾ മത്സരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് അല്ലെ. ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ഗ്രാജുവലായിട്ടാണ്. ഇന്ന് ഉറങ്ങിയിരിക്കുമ്പോൾ നാളെ ആ ഒരു സംഭവം നടക്കില്ല. അത് ഗ്രാജുവലായിട്ടാണ്. എത്ര ജന്മങ്ങൾ കൊണ്ട് നടക്കുന്ന പോലും നമുക്കറിയാം. പക്ഷെ എന്തായാലും നമ്മൾ അതിൽ നിന്ന് ഒട്ടും
പിന്തിരിയാതെ അതേ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാകുന്നതിന്റെ ഭഗവാൻ ഉറപ്പു തരുന്നു. അത് ഒരു ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കണം? അടുത്ത ശ്ലോകത്തിലാണ് ഇങ്ങനെ അതിക്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നുള്ളത് പറയുന്ന അടുത്ത ശ്ലോകം. അത് അടുത്ത ദിവസം എന്തെങ്കിലും പക്ഷെ പുള്ളിക്ക് ഇടയ്ക്ക് ഭയങ്കര ദേഷ്യം എന്തെങ്കിലും പറഞ്ഞാലും പെട്ടെന്ന് കേൾക്കില്ല. അതൊന്നല്ല അങ്ങനെ പറയുന്ന അപ്പോ അത് മനസ്സിലാക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ദൈവവിശ്വാസമുള്ള ആളാവുമ്പോൾ തീർച്ചയായും പ്രഭുവിൽ പറഞ്ഞു നോക്കാം. അത് ക്രമേണ ഇപ്പോ നമ്മളും ഒരു അവസ്ഥയിലൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ. എല്ലാവരും ഒറ്റടിക്കാണോ പെട്ടെന്ന് വന്നിട്ട് നമ്മളൊരു അസോസിയേഷൻ ഇതിന്റെ ആദ്യമൊക്കെ നമുക്ക് സംശയങ്ങളുണ്ടാവും. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഗൾഫില് ഈ ഇതിന്റെ അസോസിയേഷനിൽ പോകും. നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ ആദ്യം എങ്ങനെ പോകാതിരിക്കാൻ നോക്കും. എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച സത്സംഗം നടത്തിയിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെ അവിടെ പോകാതിരിക്കാം എന്നുള്ള മാർഗങ്ങൾ നോക്കും. എന്തെല്ലാം മാർഗമുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഒന്നും ചെയ്യാനില്ല, എന്നാൽ അവിടെ പോകാം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു വന്നത്. അപ്പോ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഓരോ പ്രഭുക്കന്മാരെ അല്ലെങ്കിൽ മാതാജിമാരൊക്കെ വന്നിട്ട് ഓരോ പ്രഭാഷണങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് സംശയം ഇവര് പറഞ്ഞു ശരിയാണ്, ഇവരെന്താ ഇത് ഫ്രോഡാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇത് ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലേ, ശരിയല്ല. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളോട് പറയുന്നത് എനിക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്ന് വെച്ചാൽ ഫാമിലി റിലേറ്റീവ്സിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട് ഈ പോണ ശരിയല്ല എന്നുള്ള പക്ഷം എന്തോ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമുക്കത് അറിയാം അല്ലെ. അപ്പോ അതുപോലെ തന്നെയാണ് ഇത്. ഇപ്പൊ നമ്മുടെ ചെറിയ ഓക്കെ ഭക്തരോട് നമ്മൾ പറയേണ്ട കാര്യം ദൈവവിശ്വാസമുള്ള ഒരാളോട് നമുക്ക് പറയാം. നമ്മൾ ഭഗവത്ഗീത യഥാരൂപം ഒന്ന് വായിച്ചു നോക്കൂ. പറ്റും നിങ്ങൾ വായിക്കും. ഭാഗവതത്തിന്റെ സമയത്ത് വായിക്കൂ അല്ലെങ്കിൽ കേൾക്കൂ. വായിക്കണേലും നല്ല എന്താണ് പ്രഭു ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അസോസിയേഷൻസ് അല്ലെങ്കിൽ ഇതുള്ള ലിങ്കുകളിലൂടെ കേൾപ്പിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം സ്വയമായിട്ട് വായിച്ച് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് ഭഗവത്ഗീത ഹൈ ഫിലോസഫി അത് വായിച്ചിട്ട് ഭാഗവതം നമുക്കിങ്ങനെ വായിച്ച് കഥ കുറെ വായിച്ച് പോകാൻ പറ്റും. പക്ഷെ എന്നാലും അത് ഗുരുവിലൂടെ തന്നെ കേൾക്കണം. ഭഗവത്ഗീത എസ്പെഷ്യലി നമുക്ക് ഗുരുവിലൂടെ തന്നെ കേൾക്കണം. അപ്പൊ അത് ഈ എത്ര എഴുതി വെച്ച് പ്രഭാതം എഴുതി വെച്ചിട്ട് അതിനകത്ത് തന്നെ ഇപ്പൊ ഞാനൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് എന്താ വളരെ ഒരു 0.000 അത്രയും വളരെ കുറഞ്ഞൊരു ശതമാനമേ ഞാൻ പറയുന്നു. 1% പോയിട്ട് എത്ര ഫ്രാക്ഷന്റെ എത്ര മൈക്രോ ലെവലാണെന്ന് പോലും എനിക്കറിയാം. കാരണം അത്രയും നമുക്ക് അത്രയേ ഉള്ളൂ. എന്റെയൊക്കെ ജ്ഞാനം അത്രയേ ഉള്ളൂ. സമയം ഇതൊരു വേറെ ഒരു സീനിയർ വൈഷ്ണവ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെയൊക്കെ എത്രത്തോളം ഇലാബറേറ്റ് ചെയ്ത് പറയും. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ കേൾപ്പിക്കാന്നുള്ളത് കുറച്ചുകൂടി നല്ലത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ വിടണ്ട എപ്പോഴും. अनंत कोटि वैष्णव